ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ്. ഇന്നത്തെ റെസിപ്പി നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ, എപ്പോഴും അവൈലബിൾ ആയിട്ട് സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി, അതിനകത്തോട്ട് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് പിന്നെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് നനച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ആ നെയ്യും ഉപ്പും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കട്ട കെട്ടാതെ ഇങ്ങനെ ഇളക്കി നമുക്കത് ഒട്ടും കട്ടയില്ലാതെ ഒരു ദോശമാവിനേക്കാളും കുറച്ചും കൂടി തിക്കായിട്ടുള്ള രീതിയിൽ ഒരു മാവ് തയ്യാറാക്കിയെടുക്കാം. നല്ല സ്മൂത്തായിട്ടുള്ള മാവായിരിക്കാൻ വേണ്ടത്, ഒട്ടും കട്ടയില്ലാതെ നമുക്ക് നല്ല രീതിയിൽ വേണം യോജിപ്പിച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ വേണമെങ്കിൽ മിക്സിയിൽ അടിക്കാം, പക്ഷേ മിക്സിയിൽ അടിക്കാതെ ഇങ്ങനെ തന്നെ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയത്. അപ്പോൾ അങ്ങനെ തന്നെ എടുക്കുക. ഇപ്പോൾ ഏകദേശം നമുക്ക് ആവശ്യത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ചൊരു ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത് വെക്കാം. ഇനി ഇതിനകത്തോട്ട് ആവശ്യമുള്ളൊരു ഫില്ലിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഒരു 4-5 ഏലക്ക പൊടിക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ചിരകിയ തേങ്ങയാണ്. ഇനി ഇതിനകത്തോട്ട് ഞാനിപ്പോൾ ഓർഗാനിക് ശർക്കര ആയതുകൊണ്ട് ഇതിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കര ചീരകയോ ചേർക്കാവുന്നതാണ്. പിന്നെ നേരത്തെ പൊടിച്ചു വച്ചിരിക്കുന്ന ഏലക്കയുടെ പൊടിയും കൂടി ചേർത്ത് ആ മിക്സ് തയ്യാറാക്കി വെക്കാം. ഇനി നമുക്ക് നല്ല പഴുത്ത ഒരു ഏത്തപ്പഴം എടുക്കാം. നല്ല പഴുത്ത് മധുരമുള്ള പഴം വേണം. ഇപ്പോൾ ഞാനിവിടെ തൊലിയൊക്കെ ഇച്ചിരി കറുത്ത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. അതുപോലെ നല്ല പഴുത്ത സോഫ്റ്റായിട്ടുള്ള പഴം എടുക്കാം. ഇനി അതിന് ശേഷം നമുക്കതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെറിയ കുഞ്ഞ് സൈസിലുള്ള പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇത്ര ചെറുതായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്, ഇച്ചിരി വലുതാക്കാതെ. അതുപോലെ ഈ ഒരു സൈസ് കറക്റ്റാണ്, ഇങ്ങനെ തന്നെ എടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ശർക്കരയും തേങ്ങയും ഒക്കെ ഉള്ള മിക്സിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴവും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് 1-1.5 തവിയോ ഒഴിച്ചിട്ട് ഇത് ദോശ പോലെ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കണം. ഇനി അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഒരു സൈഡിൽ ഇങ്ങനെ പരത്തി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ചിലപ്പോൾ ഫോൾഡ് ചെയ്യാൻ പാടാണെങ്കിൽ 2 സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി നമുക്കിതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പുറവും ഇപ്പുറവും ഒക്കെ തിരിച്ചു മറിച്ചും ഒക്കെ ഇട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചും ഇട്ട് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് തീ ഒത്തിരി കൂട്ടി വെക്കേണ്ട, ഒരു മീഡിയം സൈസിൽ തീയിൽ വേണം ഇത് തയ്യാറാക്കാനായിട്ട്. പിന്നെ വേണമെങ്കിൽ കുറച്ച് നെയ്യോ ഓയിലോ വേണമെങ്കിൽ തടവി കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ 2 സൈഡും 2-3 പ്രാവശ്യം ഒന്ന് തിരിച്ചു മറിച്ചും ഒക്കെ ഇട്ടിട്ട് സൈഡ് നമ്മൾ ഗോൾഡൻ കളറായിട്ട് വരുന്ന സമയത്ത് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു അടയുടെ 2 സൈഡും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ബാക്കിയുള്ളതും കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ 2 സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വാങ്ങിയിട്ട് ബാക്കി ഒരു മാവും കൂടി അങ്ങനെ ഒഴിച്ച് നോക്കാം. ഇപ്പോൾ ഇതും ഈ രീതിയിൽ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ സൈഡ് വേണമെങ്കിൽ ഇങ്ങനെ യോജിക്കാതെ വരികയോ ഒന്ന് പൊട്ടിപ്പോവുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെപ്പറ്റി കുഴപ്പമില്ല. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഒരു ശകലം ഒഴിച്ച് ഫില്ല് ചെയ്താൽ മതി. പിന്നെ ഇതുപോലെ നെയ്യ് ഇച്ചിരി വേണം ചേർത്ത് കൊടുക്കാം, നല്ലതായിരിക്കും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക്. അങ്ങനെ 2 സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമുക്ക് ബാക്കിയെല്ലാം ചുട്ടെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ നമുക്ക് ഇലയൊക്കെ ഇല്ല എങ്കിൽ അടയൊക്കെ കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ അത് പഴത്തിൻ്റെ അളവൊക്കെ വളരെ കുറവ് മതി, 1 പഴം ആണെങ്കിലും മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 3-4 എണ്ണം ഉണ്ടാക്കുമ്പോൾ 4 മണിക്കൊക്കെ ഇങ്ങനെ ലെഫ്റ്റ് ഓവറായിട്ട് പഴമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ ഏത്തപ്പഴത്തിന് പകരം എനിക്ക് തോന്നുന്നത് ചെറുപഴമാണെങ്കിലും ഇങ്ങനെ ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ ബാക്കിയെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം എനിക്ക് 5 എണ്ണമാണ് കേട്ടോ കിട്ടിയത് ഇതുപോലത്തത്. കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും അതുപോലെ നല്ല രുചിയാണ്. കാരണം നെയ്യും ഏലക്കയും ഒക്കെയുള്ള ഫില്ലിംഗ് ആകുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണല്ലോ. ഇനി നമുക്കിതിനെ ഒന്ന് മുറിച്ച് കാണിക്കാം. ഇപ്പോൾ കണ്ടോ, മുറിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകം കണ്ടിരിക്കുന്നത് നമ്മുടെ ആ ഏത്തക്കയും അതുപോലെ തേങ്ങയും ഒക്കെ കൂടിയുള്ള ഫില്ലിങ്ങൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ 4 മണിയുടെ ചായയ്ക്ക് നല്ലൊരു കടിയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.